Hello learners, welcome to Zodiac e-learning here. So today's 1 minute question is, in transposition of the great arteries, which of the following procedure is used to shift the high pressure from right ventricle to left ventricle? Okay, right ventricle ഉള്ള high pressure നെ left ventricle ലോട്ട് shift ചെയ്യാനായിട്ട് ചെയ്യുന്ന procedure ഏത് എന്നാണ് ചോദ്യം. So options നമുക്ക് നോക്കാം. Rastelli procedure, Jetain procedure, then Nicadoy and Richmond procedure. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ജെറ്റൈൻ പ്രൊസീജിയർ ആണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് ബാക്കി ഓപ്ഷൻസും കൂടെ നോക്കാം. അതിൽ റാസ്റ്റലി പ്രൊസീജിയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവൻ ഈ പറയുന്ന എല്ലാ പ്രൊസീജിയേഴ്സും കൺജനൈറ്റൽ ഹാർട്ട് ഡിഫക്റ്റ് ഉള്ള കണ്ടീഷനിൽ പെർഫോം ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണ്. അതിൽ റാസ്റ്റലി പ്രൊസീജിയർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഓക്സിജനേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ഫ്ലോയെ റീറൂട്ട് ചെയ്യുന്നതാണ് ഈ ഒരു റാസ്റ്റലി പ്രൊസീജിയർ എന്ന് പറയുന്നത്. പെർട്ടിക്കുലറി വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ്, അതുപോലെ തന്നെ ഓവർ റൈഡിങ് അയോട്ട, പൾമണറി സ്റ്റീനോസിസ് എന്ന് പറയുന്ന കണ്ടീഷനിലാണ് ഈ ഒരു റാസ്റ്റലി പ്രൊസീജിയർ ചെയ്യുന്നത്. ദെൻ അടുത്ത നിക്കൈഡോ പ്രൊസീജിയർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഈവൻ അത് തന്നെ ഈ ഒരു ബ്ലഡ് ഫ്ലോയെ റീറൂട്ട് ചെയ്ത് ഓക്സിജനേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നിക്കൈഡോ പ്രൊസീജിയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, പൾമണറി ആർട്ടറീസിലും അയോട്ടയിലും ആണ് ഈ ഒരു റീപൊസിഷൻ ചെയ്യുന്നത്. ആൻഡ് ദെൻ റിച്ച്മണ്ട് പ്രൊസീജിയർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു റിച്ച്മണ്ട് പ്രൊസീജിയറും കൺജനൈറ്റൽ ഹാർട്ട് ഡിഫക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ചെയ്യുന്ന പ്രൊസീജിയറാണ്. ഈവൻ ദോ ബ്ലഡ് ഫ്ലോയിനെ റീറൂട്ട് ചെയ്ത് ഓക്സിജനേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിച്ച്മണ്ട് പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ദ 1 minute. താങ്ക് യു.